ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബിഗിനേഴ്സ് ചാലഞ്ചിന്റെ 30ാമത്തെ ക്ലാസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്നത്തോടു കൂടി ബിഗിനേഴ്സ് ചാലഞ്ചിന്റെ കംപ്ലീറ്റ് ക്ലാസ് നമ്മൾ തീർക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രത്യേകത നമ്മൾ 29ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായെന്ന് വെച്ചാല് നിങ്ങൾക്കുള്ള ഇംഗ്ലീഷ് നമ്മൾ ഇത്ര വരെ പഠിച്ചല്ലോ, ഇനി നിങ്ങൾക്കുള്ള ഡൗട്ട്സുകളൊക്കെ 29ാമത്തെ ക്ലാസ്സിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ വേണ്ടി നമ്മൾ പറഞ്ഞിരുന്നു. അതിനകത്ത് കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് കുറച്ച് ഡൗട്ട്സേ വന്നിട്ടുള്ളൂ. അതിൽ 2 റീസൺ ഉണ്ട്. ഒന്ന്, ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്കൊക്കെ പേടിയായിരിക്കും. അതായത് നമുക്കിത് കമൻറ്റ് ചെയ്യാനായിട്ട് ധൈര്യം ഉണ്ടാവില്ല. നമ്മുടെ പേര് കാണുമോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള സംഭവമാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണേ, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മളെ മൈൻഡിൽ നിന്ന് എടുത്തങ്ങ് കളഞ്ഞാലേ നമ്മളാവുള്ളൂ. ഓക്കെ, അതായത് നമുക്ക് ഈ കോൺഫിഡൻസ് എന്ന സംഭവമുണ്ട്, അത് എല്ലാ ആളുകൾക്കും കിട്ടിക്കൊള്ളുന്നില്ല. ഇപ്പോൾ 10 ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുക, നമ്മുടേതായുള്ള കാര്യം പ്രസൻറ്റ് ചെയ്യുക, ഇതിനൊക്കെ കോൺഫിഡൻസ് എന്ന സംഭവം നമുക്ക് ഉള്ളിൽ നിന്നും ബിൽഡ് ചെയ്ത് വരേണ്ടതായിട്ടുണ്ട്. ഈ സംഭവം വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ചുറ്റുപാടിനെ കുറിച്ചൊന്നും നമ്മൾ ബോധറാവാൻ പാടില്ല. നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണോ അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കുക, അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. നമ്മൾ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ള ചിന്ത നമുക്ക് എപ്പോൾ വരുന്നോ ആ നിമിഷം മുതൽ നമ്മുടെ ഗ്രാഫ് താഴത്തേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ആ സംഭവം നമ്മൾ കളയണം. അപ്പോൾ അത് ഈ കോൺഫിഡൻസ് എന്നുള്ള സംഭവം നമുക്ക് എവിടെ പോയാലും കാശ് കൊടുത്താൽ കിട്ടുന്ന സംഭവമല്ല, നമ്മളായിട്ട് ബിൽഡ് ചെയ്യേണ്ട സംഭവമാണ്. വേറെ എന്ത് സംഭവം നമുക്ക് കാശ് കൊടുത്താൽ എവിടെ പോയാലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിൽ പിടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ വേറെ ഒന്നുമല്ല, കോൺഫിഡൻസ് ഉള്ള കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കമൻസും എന്തൊക്കെ പോസിറ്റീവ് കമൻസ് ആണ്, എന്തൊക്കെ ഡൗട്ട്സ് ആണ്, ഇനി നെഗറ്റീവ് കമൻസ് എന്തെങ്കിലും ഉണ്ടോ ഒക്കെ നമുക്ക് ഇന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിതാ 29ാമത്തെ ക്ലാസ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമെന്നറിയില്ല, 29ാമത്തെ ക്ലാസ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആദ്യത്തെ കമൻസ് മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. അതായത് 29ാമത്തെ ക്ലാസ്സിൽ കമൻറ്റ് ചെയ്ത ആളുകൾ ഏറ്റവും താഴെ ഉള്ള കമൻസിൽ നിന്ന് മേലോട്ടാണ് ഞാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഒരു ഹാർട്ട് ഇട്ടിട്ടുണ്ട്. ആളുടെ പേര് ഞാൻ അന്നേ പറയില്ല എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ കാണാം. അതുകൊണ്ട് ഞാൻ പേര് പറഞ്ഞാലും ഇല്ലെങ്കിലും അതിനകത്ത് വലിയ കഥയൊന്നുമില്ല. എന്നാലും ഞാനായിട്ട് പറയുന്നില്ല. 1, 2, 3 കുറേ ഹാർട്ടുകൾ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ താങ്ക്സ് പറയുന്നു. അടുത്തത്, ഇതൊന്ന് പഠിച്ചു കിട്ടാൻ എന്താ ചെയ്യുക എന്നുള്ളതാണ്. ഇത് പഠിച്ചു കിട്ടാനായിട്ട് നിങ്ങൾ ഫസ്റ്റ് മുതൽ നമ്മുടെ വീഡിയോസ് ഫുള്ളും കാണുക, വീണ്ടും വീഡിയോസ് എടുത്ത് കാണുക. അല്ലാണ്ട് നമുക്കൊന്നും പറയാനില്ല. കാരണം ഇപ്പം നമ്മൾ ചെറുപ്പത്തിലൊക്കെ എന്താ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അപ്പം തന്നെ നമുക്ക് എല്ലാം കിട്ടില്ലല്ലോ. നമ്മളെന്ത് ചെയ്യും, വീണ്ടും വീട്ടിൽ വന്നിട്ട് റിപ്പീറ്റ് ചെയ്യും. പിറ്റത്തെ ദിവസം ക്ലാസ്സിൽ പോകുമ്പോൾ വീണ്ടും ആദ്യം പഠിച്ചതിൻ്റെ ഒരു 10% നമ്മുടെ കയ്യിലുണ്ടാവും. വീണ്ടും ചാപ്റ്റർ എടുത്ത് പഠിക്കും. ആ സെയിം സിസ്റ്റം തന്നെയാണ്. നമ്മൾ ഒരു തവണയോ 2 തവണയോ കേട്ടാൽ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. ഒരാൾക്ക് കൂടുതൽ പ്രാവശ്യം കേൾക്കേണ്ടി വരും. എൻ്റെ 1ാം ക്ലാസ് പകുതി തുടങ്ങിയിട്ടാണ് മിലു തുടങ്ങിയത്. ഇപ്പം മിലു 3ാം ക്ലാസ്സിലാണ്. അതായത് 1.5 കൊല്ലം കൊണ്ടാണ് മിൽക്കുട്ടി ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റി. ഇപ്പോഴൊന്നും ആയിട്ടില്ല, എന്നാലും ഇത്രയെങ്കിലും ആയത് ഈ ഒരു 1.5 വർഷം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ടുള്ള ഡെഡിക്കേഷൻ വേണം. ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല. അടുത്തത്, ഡസ് ഹീ പ്ലേ ക്രിക്കറ്റ്? അത് ചോദ്യമാണ്. ഹീ പ്ലേസ് ക്രിക്കറ്റ് എന്നത് അത് ഉത്തരമാണ്. അതിൽ എസ് എന്ന് നമ്മൾ കൊടുക്കില്ലേ, ഹീ പ്ലേസ് ക്രിക്കറ്റ് എന്നുള്ളതിൽ എസ് എവിടെയെല്ലാം ചേർക്കും? അതായത് സംസാരത്തിൽ ചെയ്യുന്നു, ചെയ്യാറുണ്ട്, ഇതിന് മാത്രമാണോ എന്നാണ് ചോദ്യം. ഇതിന് മാത്രമാണ് ചെയ്യുന്നത്. അതായത് ഉത്തരം കൊടുക്കുമ്പോൾ മാത്രം. അതായത് ഹീ പ്ലേസ് അവൻ കളിക്കാറുണ്ട്, ഹീ ഗോസ് അവൻ പോകാറുണ്ട്. ഒന്നുമില്ല, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, സബ്ജക്റ്റ് ഹീ, ഷീ, ഇറ്റ്, ഒരു പേര്, ഇതൊക്കെയാണ് നമ്മൾ ഒരു ഒറ്റ വസ്തുവിനെ കുറിച്ചോ അല്ലെങ്കിൽ വ്യക്തിയെ കുറിച്ചോ ഒക്കെയാണ് നമ്മൾ പ്രതിപാദിച്ച് പറയുന്നതെങ്കിൽ എന്താണോ വെർബ്, ആ വെർബിൻ്റെ റൂട്ട് ഫോമിൻ്റെ കൂടെ ഒരു എസ് അല്ലെങ്കിൽ ഇ എസ് ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ ചേർത്തിട്ടായിരിക്കും പറയാം. ഓക്കെ, അടുത്തത്, ഇഫ് യു ഡോണ്ട് മൈൻഡ് മിലു. ബാക്കിയൊന്നുമില്ല. എന്താ ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്നാണ്. പക്ഷേ ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്താന്നുള്ളത് പറഞ്ഞിട്ടില്ല, അത് കമൻറ്റിൽ കാണാനില്ല. എന്തായാലും ചിലപ്പോൾ എഴുതാൻ വന്നതായിരിക്കാം, ഫുള്ളും മെസ്സേജസിലില്ല.
അടുത്തത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എപ്പോഴാണ് ഡു അല്ലെങ്കിൽ ഹാവ് എന്നിവ ചേർക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, വിശദമായി പറഞ്ഞു തരാമോ? മനസ്സിലായോ? അതായത് ഡു എപ്പോൾ ചേർക്കും, ഹാവ് എപ്പോൾ ചേർക്കും, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് ഡൗട്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കില്ലേ, ഒരു വസ്തുവിനെ കുറിച്ചാണ് നമ്മൾ പ്രതിപാദിച്ച് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഹാവിൽ തുടങ്ങോ ഡൂവിൽ തുടങ്ങോ? ഒരു വസ്തുവിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഡൂവിൽ തുടങ്ങോ? ഡു യു ഹാവിൽ തുടങ്ങോ? ഒരു വസ്തുവിനെ കുറിച്ചാണ് ഡു യു ഹാവ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ചിന്തിക്കുക, ഒരു പ്രവൃത്തിയാണോ ഒബ്ജക്റ്റ് ആണോ? ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും നമ്മളെ മൈൻഡിൽ ഉണ്ടായാൽ മതി. നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോൾ അയാളുടെ കയ്യിൽ പൈസ ഉണ്ടോ, അതെന്താണ്? പൈസ എന്നുള്ളത് ഒരു ഒബ്ജക്റ്റ് ആണ്. അയാളുടെ കയ്യിൽ കാറുണ്ടോ, ഒരു ഒബ്ജക്റ്റ് ആണ്. അയാളുടെ കയ്യിൽ ബൈക്ക് ഉണ്ടോ, ഒബ്ജക്റ്റ് ആണ്. പക്ഷെ നീ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതായത് നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, ടിണ്ടോ അല്ലെങ്കിൽ ടുണ്ടോ, ഇങ്ങനെ നോക്കിയാൽ മതി. ടുണ്ടോ എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ഹാവിൽ തുടങ്ങിയിട്ട് വെർബ് V3 പറയണം. നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, നീ സിനിമ കണ്ടിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ വരുമ്പോ അപ്പൊ എങ്ങനെ പറയാ? നീ സിനിമ കണ്ടിട്ടുണ്ടോ, ഹാവ് യു വാച്ച്ഡ് ദ മൂവി. നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, ഹാവ് യു ഹാഡ് ഫുഡ്, അല്ലേ? അങ്ങനെ വരിക. അപ്പോൾ ഹാവും നമ്മൾ ഡൂവും ചേർക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തുവാണോ നമ്മൾ ചോദിക്കുന്നത്, ഒരു വെർബ് അതായത് ഒരു ക്രിയയാണോ എന്നുള്ളത് നമ്മൾ മൈൻഡിലേക്ക് രജിസ്റ്റർ ചെയ്യുക ആദ്യം തന്നെ. വസ്തുവിനെ കുറിച്ചിട്ടാണെങ്കിൽ ഡൂവിൽ തുടങ്ങുക. അത് ഡൂ മാത്രമല്ല, ഡു യു ഹാവ് എന്ന് തന്നെ ചോദിക്കണം. ഡു യു ഹാവ്. അത് ഇപ്പോൾ സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ അവിടെ നമ്മൾ ഡസ് ഹി ഹാവ് ആണ് വരിക. അപ്പോൾ അവൻ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോയെന്നാണെങ്കിൽ ഡു യു ഹാവ് അല്ല വരിക, ഡസ് ഹി ഹാവ്, അല്ലേ? ഡസ് ഹി ഹാവ് എ പെൻ, ഡസ് ഹി ഹാവ് എ കാർ, ഡസ് ഹി ഹാവ് കമ്പ്യൂട്ടർ, ഇങ്ങനെയൊക്കെയാണ് വരിക. ഓക്കെ, അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ആയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് എനിക്ക് ഇത് വായിച്ചു. ഇതുണ്ടല്ലേ? ഓക്കെ, അടുത്തത് നീക്കിയൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് കേട്ടോ. സർ ഹാവ് ഹാസ് ഹാഡ് ഇതിൻ്റെ കൂടെ വെർബ് വരുമ്പോൾ ക്വസ്റ്റ്യൻസ് ഹാസിൻ്റെ ഹി പ്ലസ് വെർബ്, നൗൺ വരുമ്പോൾ ക്വസ്റ്റ്യൻ ഡസ് ഹി ഹാവ് പ്ലസ് വെർബ് അല്ലേ? അഡ്ജക്റ്റീവ് വരുമോ ഹാസ് ഹാവിൻ്റെ കൂടെ എന്നാണ് ഉദ്ദേശിച്ചത്. ഒന്നുകൂടി പറയാമോ? ഇത് ആദ്യത്തതൊക്കെ കറക്റ്റാണ്. അതായത് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഹാസിൻ ഹി കഴിഞ്ഞിട്ട് നമ്മൾ വെർബ് തന്നെയാണ് പറയാം. ഹാസിൻ ഹി ഇപ്പം നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്ത സെയിം സാധനം. ഇപ്പോൾ ഹാവ് യു ഗോൺ ദെയർ, നീ അവിടെ പോയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. പക്ഷേ നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ വിശേഷിപ്പിക്കുന്ന സംഭവമാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതെങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ വിശേഷിപ്പിക്കുകയാണ്. ഇപ്പം മിൽക്കുട്ടിയുടെ കഴുത്തിലൊരു മാലയുണ്ട്, അപ്പം ഞാൻ പറയുകയാണ് ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ചെയിൻ, അല്ലേ? ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ വാച്ച്, അല്ലെങ്കിൽ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ മൊബൈൽ ഫോൺ, ദിസ് ഇസ് എ ബ്ലാക്ക് വാച്ച്. അപ്പോൾ ഈ ഒബ്ജക്റ്റിനെ വിശേഷിപ്പിക്കുന്ന സംഭവത്തിനാണ് നമ്മൾ എന്ത് പറയാ? അഡ്ജക്റ്റീവ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യില്ല? ഹാവ് ഹാസും അങ്ങനെ ഞാൻ ഇടാറില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇനി അടുത്തത്, എനിക്ക് എല്ലാ ക്ലാസ്സും ഓക്കെയാണ്, താങ്ക് യു. പക്ഷേ ഇന്ന്, ഓണ്, ടൂവ്, ഫോറ്, ഓഫ് ഇത് സെൻറ്റൻസിൽ എപ്പോഴാണ് ചേർക്കേണ്ടത് എന്ന് കൺഫ്യൂഷനാണ്. ഒന്നുകൂടി ക്ലിയർ ചെയ്ത് തരാമോ? അതെന്തായാലും ഡൗട്ട് വരും. നമ്മൾ ഇന്ന്, ഓണ്, അതുപോലെ അറ്റ്, ഇതിൻ്റെ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, പ്രിപ്പോസിഷൻസ് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മുടെ ചാനലിൽ പ്ലേ ലിസ്റ്റിൽ ഗ്രാമർ സെക്ഷനിൽ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. അതിനകത്ത് ഗ്രാമർ വീഡിയോസിൽ പ്രിപ്പോസിഷൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അത് ഞാൻ ഒന്നുകൂടെ നമ്മുടെ ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്യാം. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. പിന്നെ പറയാനുള്ളതിൽ ടൂവും ഫോറും ഓഫും ഒക്കെയാണ്. അത് നമ്മൾ കോൺവെർസേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ, ഇൻ്റെ എന്ന് വരുമ്പോഴാണ് ഓഫ് വരിക. ഇൻ്റെ ഉടെ. ഫോർ നമ്മൾ എവിടേക്ക് ചേർക്കാം? വേണ്ടി, നീക്ക്. ഫോറ് ന് ക്ക് വേണ്ടി. പിന്നെ ടു എന്നാണെങ്കിൽ ലേക്ക് എന്നാണ്. പക്ഷെ ഇതിപ്പോ ന് ക്ക് വേണ്ടി ലേക്ക് എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പൊ അത് സെന്റൻസ് ഉണ്ടാക്കി പറഞ്ഞ് ശീലിക്കണം. അതായത് ഇപ്പൊ ഞാൻ മാർക്കറ്റിലേക്ക് പോവുകയാണ്, എങ്ങനെ പറയാ? ഐ ആം ഗോയിങ് ടു മാർക്കറ്റ്. ഞാനൊരു മീറ്റിങ്ങിന് പോവുകയാണെന്ന് എങ്ങനെ പറയാ? ഐ ആം
going for a meeting. അപ്പൊ അവിടെ 4 വന്നു, മറ്റേ സ്ഥലത്ത് 2 വന്നു, കണ്ടില്ലേ? അപ്പൊ അവിടെ കുറച്ചൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകും. അവിടെയാണ് വ്യത്യാസം അല്ലേ? അപ്പോൾ ഈ ഓഫ് 4, 2 ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം കേട്ടോ, എന്നാലേ അത് ക്ലിയർ ആവുള്ളൂ. കോൺവെർസേഷനിൽ ഞാൻ മാക്സിമം ഇങ്ങനത്തെ സെൻറ്റൻസുകൾ ഉൾപ്പെടുത്താം, അപ്പോൾ അത് ക്ലിയർ ആവും. ഹാവിങ് വെച്ച് പല കാര്യങ്ങളും പറയാറുണ്ടല്ലോ, എന്തെല്ലാം എന്ന് പറയാമോ? തീർച്ചയായിട്ടും പറയാറുണ്ട്. ഹാവിങ് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഹാവിങ് ദിസ് സിറ്റുവേഷൻ ഈസ് വെരി ഡേഞ്ചറസ്, ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെ പറയും. സിറ്റുവേഷൻ ആ ഒരു അവസ്ഥയെക്കുറിച്ച് പറയാറുണ്ട്, നമ്മൾ കഴിക്കുന്നതിനെ കുറിച്ച് പറയാറുണ്ട്, കുറേ സംഭവമുണ്ട്. അപ്പോൾ ഹാവിങ് ചേർത്തിട്ട് നമുക്ക് ഒരു ക്ലാസ് സെപ്പറേറ്റ് എടുക്കാം കേട്ടോ, അപ്പോൾ അതാവും നന്നാവാം. പിന്നെ സൂപ്പർ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ വീണ്ടും അങ്ങോട്ട് പറയണം വെൽക്കം ആൻഡ് താങ്ക് യു അഗൈൻ. അടുത്ത നോക്കാം. ഇറ്റ് ഈസ് ലേൺ ദാറ്റ് ആഫ്റ്റർ ഈസ്, ആം, ആർ എക്സെട്ര വി ഷുഡ് യൂസ് V1 plus ing. യെസ്, യു ആർ റൈറ്റ്. ബട്ട് ആർ യു ഡൺ, ഐ ആം ഡൺ എക്സെട്ര ഈസ് കറക്റ്റ്. വൈ? ഡു, ഡിഡ്, ഡൺ, ഡൂയിങ്, പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുദ്ദേശിച്ചത് ആം, ഈസ്, ആറ്, വാസ്, വേറ്, വിൽ ബി, ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെർബിൻ്റെ ഏത് ഫോമാണ് പറയാം? അതായത് വെർബിൻ്റെ കൂടെ എന്ത് ചേർത്തിട്ടാണ് നമ്മൾ പറയാം? ing ഫോം ചേർത്ത് പറയണം അല്ലേ? അപ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് ആർ യു ഡൺ, അതേപോലെ ഐ ആം ഡൺ, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ആം കഴിഞ്ഞിട്ട് ഡൺ എന്നുള്ളത് വെർബിൻ്റെ ing ഫോം അല്ല. വെർബിൻ്റെ എന്തിട്ട് ഫോമാ? മൂന്നാമത്തെ രൂപമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഡു, ഡിഡ്, ഡൺ. അപ്പോൾ ഈ ആം കഴിഞ്ഞിട്ട് ഇവിടെ ഡണ്ണ് കൊടുത്തു, എന്താണ് കാര്യം എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസും കറക്റ്റാണ്. ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് വോയിസും പഠിക്കുന്നുണ്ട്, പാസീവ് വോയിസും പഠിക്കുന്നുണ്ട് അല്ലേ? ആക്റ്റീവ് വോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ലൈഫിൽ ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ആക്റ്റീവായിട്ട് ചെയ്യുന്നില്ലേ, നമ്മൾ വെർബ് ഉപയോഗിച്ച് ചെയ്യുന്ന ആളെ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്ന സെൻറ്റൻസിനെയാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് എന്ന് പറയാം. അതായത് ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ, രാമ കിൽഡ് രാവണ എന്ന് വെച്ചാൽ രാമൻ രാവണനെ കൊന്നു. രാവണൻ എന്നുള്ളത് 10 തലയുള്ള ആളെ രാമൻ കൊന്നു. അപ്പോൾ അവിടെ കൊന്ന ആളാരാ? രാമനാണ്. അവിടെ ഇമ്പോർട്ടൻസ് രാമനാണ്. ഇനി ഇത് രാവണന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ നമ്മളെങ്ങനെ പറയാം? രാവണൻ രാമനാൽ വധിക്കപ്പെട്ടു എന്നാണ് പറയേണ്ടത് അല്ലേ? രാവണൻ രാമനാൽ വധിക്കപ്പെട്ടു. അവിടെ ഇത് വധിക്കപ്പെട്ട ആൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ പറയുമ്പോൾ അതെങ്ങനെ വരിക? രാവണ വാസ് കിൽഡ് ബൈ രാമ എന്ന് വരും. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻസ് ആർക്കാ? രാവണനാണ്. രാവണൻ രാമനാൽ വധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പാസീവ് വോയിസ് ആണ് വന്നിരിക്കുന്നത്. പാസീവ് വോയിസിൽ നമ്മൾ സെൻറ്റൻസ് സ്ട്രക്ചറും സെൻറ്റൻസിൻ്റെ മീനിങ്ങും എല്ലാം ഡിഫറെൻ്റ് ആണ്. പാസീവ് വോയിസിൽ എപ്പോഴും വെർബിൻ്റെ മൂന്നാമത്തെ ഫോം ഉണ്ടാവും. അതുപോലെ തന്നെ ആം, ഈസ്, ആറ്, വാസ്, വേറ്, ഹാവ്, ഹാസ്, ഹാഡ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് തൊട്ടപ്പുറം തന്നെ വെർബിൻ്റെ മൂന്നാമത്തെ രൂപം മാത്രമായിരിക്കും വരിക എല്ലാത്തിൻ്റെ കൂടെ. അത് നമ്മൾ പഠിച്ചിട്ടില്ല. ആക്ച്വലി അത് പഠിക്കുമ്പോഴേ നമുക്ക് ഇംഗ്ലീഷ് പൂർണ്ണമാവുള്ളൂ. അതുകൊണ്ട് ഇനി പാസീവ് വോയിസിൻ്റെ ഒരു സെക്ഷൻ നമ്മൾ ഭാവിയിൽ ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽക്കുട്ടി ഇവിടെ ആക്റ്റീവ് വോയിസ് തന്നെ പക്ക ക്ലിയർ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പാസീവ് വോയിസ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതും കൂടി പോകും. അതുകൊണ്ടാണ് നമ്മൾ പാസീവ് വോയിസിലേക്ക് പെട്ടെന്ന് പോവാത്തത്. നമുക്കത് പഠിക്കാം കേട്ടോ. അപ്പോൾ അത് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതെല്ലാം മാറും. സബ്ജിലെ കളിച്ചപ്പോൾ ഈ ഒരു സ്ഥലം നടന്നതിന് കേട്ടോ ഗൈസ്. ഈ കഥ, ഈ ഒരു സ്റ്റോറി, രാമൻ്റെയും രാവണൻ്റെയും വധവും അതൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു ഡാൻസ് ആയിരുന്നു മിൽക്കുട്ടി ചെയ്തതെന്നാണ് പറഞ്ഞത് കേട്ടോ. സബ്ജില. അടുത്ത ആള് ഐ ലവ് യു മിൽക്കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വി ലവ് യു, താങ്ക് യു. പിന്നെ ആസ് സൂൺ ആസ്, നോ സൂണർ ദാൻ, റിപ്പോർട്ടഡ് സ്പീച്ച്, ഡു യു ടേക്ക് ഫോർ ദീസ് ടോപ്പിക്സ്, മിലു ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആസ് സൂൺ ആസിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ ഗ്രാമർ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. നോ സൂണർ ദാന്, ഹാർഡ്ലി വെന്ന്, സ്കേഴ്സ്ലി വെന്ന്, ഇതിൻ്റെ ഒക്കെ പ്രയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ സൂണർ ദാന് ചേർത്തിട്ട് തൊട്ടപ്പുറത്ത് ഇതിൻ്റെ സ്ട്രക്ചർ ഇതാണ്. നോ സൂണർ പ്ലസ് ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 ഇടുക. അത് കഴിഞ്ഞിട്ട് ദാൻ ചേർത്തിട്ട് പാസ്റ്റ് ടെൻസിലുള്ള ഏതെങ്കിലും ഒരു സെൻറ്റൻസ് പറയുക എന്നുള്ളതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. സംഭവം മീനിങ് ഇതാണ്. രണ്ട് കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയാം. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു, അപ്പോഴേക്കും ട്രെയിൻ
അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയില്ലേ. അല്ലെങ്കിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംഭവം എടുക്കുക. അത് നോ സൂണർ ദാൻ, ഹാർഡ്ലി വെന്ന്, സ്കേഴ്സ്ലി വെന്ന്, ഇത് മൂന്നിൻ്റെ പ്രയോഗം സ്ട്രക്ചർ ഒരേപോലെയാണ്, അതിൻ്റെ മീനിങ് ഒക്കെ ഒരേപോലെയാണ്. പക്ഷെ 3 വാക്കുകൾ നമ്മൾ ഒരേപോലെ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ക്ലാസ്സും നമുക്ക് എടുക്കാം. അത് നമ്മൾ പെട്ടെന്ന് ഇതിൽ പറഞ്ഞാൽ തീരില്ല കേട്ടോ. അടുത്തത് ശരിക്കും പെട്ടു കുഞ്ഞാ ഞാൻ. അടുത്തത് മോളൂസ് സൂപ്പറാണ്, ഗുഡ് ആൻഡ് വുഡ്. ഓക്കെ, അപ്പോൾ ശരിക്കും പെട്ടു ഞാൻ എന്നുള്ള അത് പറയുമ്പോൾ ഒന്നുകൂടി കാണുക, നമ്മുടെ വീഡിയോസൊക്കെ സമയം പോലെ നിങ്ങൾ വീണ്ടും ഒന്നും കൂടി എടുത്ത് കാണുക. അപ്പോൾ ആ പെട്ടതൊക്കെ ശരിയാവും കേട്ടോ. അടുത്തത് കുഡും വുഡും ആണ് സംശയം പറഞ്ഞിരിക്കുന്നത്. കുഡും വുഡും എല്ലാവർക്കും ഉള്ള സംശയമാണ്. ഇപ്പോൾ ഗൈസ് നമ്മൾ കുഡും വുഡും വെച്ചിട്ട് എല്ലാവർക്കും ഡൗട്ടുള്ള സംഭവമാണ് കുഡും വുഡും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചിരുന്നു, പണ്ട് നമുക്ക് സാധിച്ചിരുന്നു പറയാണ്. ഇപ്പം എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കൂട്ടുകാരികളൊപ്പം എനിക്ക് കളിക്കാൻ സാധിച്ചിരുന്നു. അപ്പം എങ്ങനെ പറയാം? I could play with my friends. അല്ലേ? ഇൻ മൈ ചൈൽഡ്ഹുഡ്, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കൂട്ടുകാരികളുടെ കൂടെ എനിക്ക് കളിക്കാൻ സാധിച്ചിരുന്നു. ആ കൂട്ടുകാരികളൊന്നും ഇപ്പം ഇല്ല. ഇപ്പോൾ അവരെല്ലാം വേറെ പല പല സ്ഥലങ്ങളിലായി അല്ലേ. ചെറുപ്പത്തിൽ എനിക്ക് ഒരുപാട് മാങ്ങകളൊക്കെ കഴിക്കാൻ സാധിച്ചിരുന്നു, നാടൻ മാങ്ങകളൊക്കെ. അപ്പം എങ്ങനെ പറയാം? I could have many mangoes in my childhood. Variety types of mangoes in my childhood എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ ഇത് മുന്നേ സാധിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം പറയാനാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യാം. ഇനി വുഡ് ആണെങ്കിൽ നമ്മൾ ചെറുപ്പകാലത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചിരുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നതാണ്. ഇപ്പം ഞാൻ പറയാണ്, ചെറുപ്പത്തിലൊക്കെ ഞാൻ സൈക്കിൾ ഓടിക്കുമായിരുന്നു, അത് ഞാൻ അന്ന് ചെയ്യുമായിരുന്നു അല്ലേ. അപ്പം ബൈസൈക്കിൾ ഇൻ മൈ ചൈൽഡ്ഹുഡ്. ഐ വുഡ് റൈഡ് ബൈസൈക്കിൾ ഇൻ മൈ ചൈൽഡ്ഹുഡ്. ചെറുപ്പകാലത്തിലൊക്കെ ഞാൻ സൈക്കിൾ ഓടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അവസരമില്ല, കാരണം എൻ്റെ കയ്യിൽ ബൈക്കാണ് അല്ലേ. അപ്പോൾ മുന്നേ നമ്മൾ ഒരു കാര്യം എന്താണോ നമ്മൾ അന്ന് ചെയ്തിരുന്നത്, അന്ന് ഞാനത് ചെയ്യുമായിരുന്നു എന്ന് പറയാനായിട്ടാണ് വുഡ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞു പോയൊരു സംഭവം പറയും. ഇപ്പോൾ നീ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു, അതും കഴിഞ്ഞു പോയതാണ്, അതിനുള്ള അവസരമില്ല ഇനി നമുക്ക്. അപ്പോൾ ഇഫ് യു കോൾഡ് മീ ഐ വുഡ് കം, അവിടെ നമ്മൾ വുഡ് ചേർക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യുമായിരുന്നു, ആ പ്രവൃത്തി നമ്മൾ ചെയ്യുമായിരുന്നു എന്ന് വരുമ്പോൾ നമ്മൾ വുഡ് ഇട്ടിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി കുഡും വുഡും നമ്മൾ പറഞ്ഞു. ഓക്കെ, അസുനാസ് കഴിഞ്ഞു. ഇവിടെ നിന്നല്ലേ തുടങ്ങിയേ? ഓക്കെ, അടുത്തത് താങ്ക് യു സാർ ആൻഡ് മിൽക്കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. സൂപ്പർ ക്ലാസ് ആണ്. ഐ ഹാവ് സം ഡൗട്ട്സ്. ഫസ്റ്റ് വൺ വൈലാണ് ഡൗട്ട് ചോദിച്ചിരിക്കുന്നത്. ഐ ഫിനിഷ്ഡ് മൈ വർക്ക് വൈൽ മൈ ബേബി സ്ലെപ്റ്റ്. ഇങ്ങനെ കണ്ടിട്ടുണ്ട്, വൈൽ കഴിഞ്ഞ് ING അല്ലേ വരൂ. വൈൽ കഴിഞ്ഞിട്ട് നമ്മൾ ING ഫോമിലുള്ളത് പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ വൈൽ ചേർത്ത് പറയാറുള്ളത്. അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രവൃത്തി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറയാനാണ്. ഇവിടെ